ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണ് നൽകുന്നത്. കിരീടം നേടുന്ന ചാമ്പ്യന്മാർക്ക് മാത്രം ഫിഫയിൽ നിന്ന് $50 മില്യൺ, ഏകദേശം 417 കോടി 50 ലക്ഷം രൂപയാണ് സമ്മാന തുകയായി ലഭിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ടീമുകൾക്ക് പോലും കോടികൾ പ്രതിഫലമായി ലഭിക്കും. ചരിത്രത്തിലാദ്യമായി 32 ടീമുകൾക്ക് പകരം 48 ടീമുകളാണ് ഇത്തവണ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങളുടെ എണ്ണം 64 നിന്നും 104 ഉയർന്നു. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നതിനാൽ സ്പോൺസർഷിപ്പ്, പരസ്യ വരുമാനത്തിലുണ്ടായ വർധനവ് എന്നിവയാണ് സമ്മാനത്തുക ഇത്രയും ഉയരാൻ കാരണം. 2026 ലോകകപ്പിൽ ആകെ $655 മില്യൺ സമ്മാനത്തുകയായി ഫിഫ നീക്കിവച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് മറ്റ് ചിലവുകൾക്കായി നൽകുന്ന തുക കൂടി ഉൾപ്പെടുത്തുമ്പോൾ മൊത്തം സാമ്പത്തിക പാക്കേജ് $727 മില്യൺ, ഏകദേശം 7400.09 കോടി രൂപ വരും. കപ്പിൽ മുത്തമിടുന്ന ചാമ്പ്യന്മാർക്ക് മാത്രം ഫിഫയിൽ നിന്നും $50 മില്യൺ, ഏകദേശം 417.50 കോടി രൂപ സമ്മാനത്തുകയായി ലഭിക്കും. ഇതോടൊപ്പം ടൂർണമെന്റ് തയ്യാറെടുപ്പുകൾക്കായി നൽകുന്ന $1.5 മില്യൺ കൂടി ചേരുമ്പോൾ ജേതാക്കൾക്ക് ആകെ ലഭിക്കുക $51.5 മില്യൺ ആയിരിക്കും. രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് ആകെ ലഭിക്കുക $34.5 മില്യൺ, ഏകദേശം 288.075 കോടി രൂപയായിരിക്കും. മൂന്നാം സ്ഥാനക്കാർക്ക് $30.5 മില്യണും, അതായത് 254.675 കോടി രൂപ. നാലാമതെത്തുന്നവർക്ക് $28.5 മില്യനാണ്, ഏകദേശം 237.975 കോടി രൂപ. ക്വാർട്ടർ ഫൈനലിൽ കയറുന്ന ടീമുകൾക്ക് $20.5 മില്യനും പ്രീ ക്വാർട്ടറിൽ വരുന്ന ടീമുകൾക്ക് $12.5 മില്യൺ എന്നിങ്ങനെയാണ് സമ്മാനത്തുകകളായി ലഭിക്കുക. ടൂർണമെന്റിൽ നിന്നും തോറ്റു പുറത്തായാലും കോടികൾ ഉറപ്പാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ടീമുകൾക്ക് പോലും ഇത്തവണ വൻ തുകയാണ് ലഭിക്കുന്നത്. ടൂർണമെന്റിൽ 33 മുതൽ 48 വരെയുള്ള സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് $9 മില്യൺ സമ്മാന തുകയായും $1.5 മില്യൺ തയ്യാറെടുപ്പിനുള്ള തുകയായും ലഭിക്കും. അതായത് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ടീമിന് കുറഞ്ഞത് $10.5 മില്യൺ ഉറപ്പായും സ്വന്തമാക്കാം. ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് ഇന്ത്യൻ രൂപയിൽ ഇത് 87.675 കോടി രൂപയാണ്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകൾക്ക് വലിയ സഹായകരമാകും. അതേസമയം ലഭിക്കുന്ന കോടികൾ കളിക്കാർക്ക് മാത്രമായി ലഭിക്കില്ല. പകരം ഓരോ രാജ്യത്തെയും ഫുട്ബോൾ അസോസിയേഷനുകൾക്കാണ് പണം കൈമാറുക. ഈ തുകയിൽ നിന്ന് കളിക്കാർക്കുള്ള ബോണസ്, കോച്ചിംഗ് സ്റ്റാഫിന്റെ ശമ്പളം, യാത്രാ ചിലവുകൾ, ആഭ്യന്തര ഫുട്ബോൾ വികസനം എന്നിവയ്ക്കായി അസോസിയേഷനുകൾക്ക് പണം വിനിയോഗിക്കാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.